ഓക്കെ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ 13th എക്സ്പെരിമെൻറ്റിലെ ക്വിക്ക് സോർട്ട് അൽഗോരിതം ആണ്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോർട്ടിംഗ് ടെക്നിക്കാണ്. എഫിഷ്യൻ്റ് സോർട്ടിംഗ് ടെക്നിക്കാണ് ക്വിക്ക് സോർട്ട്. ഇപ്പോൾ ക്വിക്ക് സോർട്ട് എന്ന് വെച്ചാൽ ക്വിക്ക് സോർട്ട് ഫോളോസ് ദ ഡിവൈഡ് ആൻഡ് കോൺക്വർ. അതായത് ബ്രേക്ക് ഡൗൺ ദ അറേ ഇൻറ്റു സ്മോളർ അറേസ്, ദെൻ സോർട്ട് സ്മോളർ അറേസ് ബൈ സെയിം പ്രോസസ് അണ്ടിൽ കോൺക്വർ. ദാറ്റ് ഈസ് ദ ഡിവൈഡ് ആൻഡ് കോൺക്വർ മോഡൽ. ഒരു അറേ കിട്ടിക്കഴിഞ്ഞാൽ ആ അറേയെ സ്മോളർ അറേ ആയിട്ട് ഡിവൈഡ് ചെയ്ത് അവസാനം ഒരു അറേക്കുള്ളിൽ ഒരു എലമെൻ്റ് എത്തും. ആ ഒരു എലമെൻ്റ് ഓൾറെഡി സോർട്ടഡ് ആണ് എന്നുള്ള അസംഷനിൽ അതിനെ തിരിച്ച് കോൺകർ ചെയ്ത് കൊണ്ടുവരും. കമ്പൈൻ ചെയ്ത് വീണ്ടും അറേ ആക്കി മാറ്റും. അപ്പോൾ ഈ ഡിവിഷനകത്ത് പല എലമെൻസുകളും ഇൻ്റർചേഞ്ച് ചെയ്ത് അവസാനം ഇതൊരു സോർട്ടഡ് ഫോമിൽ എത്തും. അതാണ് ഡിവൈഡ് ആൻഡ് കോൺകർ മോഡൽ. അതിനെ ഡീറ്റെയിൽഡായിട്ട് നോക്കാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. First step, to do the below steps only if the lower bound of the array is less than the upper bound. ഇപ്പോൾ ഈ അറേയിൽ ഒരു ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും സെറ്റ് ചെയ്യും. ഈ ലോവർ ബൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേയുടെ ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷനും അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ ആ അറേയുടെ ലാസ്റ്റ് ഇൻഡെക്സ് പൊസിഷനുമാണ്. അപ്പോൾ ഇതിനകത്ത് ലോവർ ബൗണ്ട് എപ്പോഴും 0യും അപ്പർ ബൗണ്ട് ഇപ്പോൾ സപ്പോസ് n എലമെൻ്റ് ഉണ്ടെങ്കിൽ n ആവണമെന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാസ് കഴിയുമ്പോൾ ഈ അറേയിൽ 2 ആവും. ആ 2 ആവുന്നതിനകത്തൊരു മിഡിൽ പോയിൻ്റാണ്. ആ മിഡിൽ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പിവട്ട് എലമെൻ്റ് എന്ന് പറയും. അതായത് ഒരു എലമെൻറ്റിനെ നമ്മൾ പിവട്ട് എലമെൻ്റ് എടുത്തിട്ട് അതിനെ കമ്പയർ ചെയ്ത് അതിനേക്കാൾ ലെസ്സർ സൈസുള്ള ലെസ് ദാൻ ആയിട്ടുള്ള എലമെൻറ്റുകളെല്ലാം ആ പിവട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയും അതിനേക്കാൾ വലുതെല്ലാം അതിൻ്റെ റൈറ്റ് സൈഡിലേക്കും കൊണ്ടുവന്നിട്ട് ഈ പിവട്ട് എലമെൻറ്റിനെ മിഡിലിൽ പ്ലേസ് ചെയ്തിട്ട് അതിനെ 2 അറയാക്കി മാറ്റും. പിവട്ടിൻ്റെ ലെഫ്റ്റ് സൈഡുള്ളത് ലെഫ്റ്റ് സബ് അരയെന്നും റൈറ്റ് സൈഡിലുള്ളത് റൈറ്റ് സബ് അരയെന്നും. ദെൻ ഈ ലെഫ്റ്റ് അരയെ വീണ്ടും ഇതേ പ്രോസസ്സിലൂടെ അതിനകത്തൊരു പിവട്ട് എലമെൻ്റ് എടുത്തിട്ട് അതിനെയും കണ്ടുപിടിച്ച് അതിനേക്കാൾ ചെറുതായിട്ടുള്ള അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും അതിനേക്കാൾ വലുതായിട്ടുള്ള അതിൻ്റെ ലെഫ്റ്റിലോ റൈറ്റിലോ ആക്കുന്നു. ദെൻ ആ സബ്ബരയെ വീണ്ടും സബ്ബരയാക്കുന്നു. ഇങ്ങനെ ഈ പ്രോസസ്സ് ഒരു റിക്കേഴ്സീവ് മോഡിൽ പോവുകയും അവസാനം ഓരോ അറയിലും ഓരോ എലമെൻ്റ് വെച്ച് എത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനിടയിൽ റീഅറേഞ്ച്മെൻറ്റ് നടക്കുകയാണ്. അതിനേക്കാൾ ലെസ്സും ഹയറും ആയിട്ടുള്ള എലമെൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യും. ആ റീഅറേഞ്ച് മെത്തേഡിലൂടെ ഇത് നമ്മൾ സോർട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അതാണ് അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും. അപ്പോൾ ഓരോ സബ്ബറേ വരുമ്പോഴും ആ പിവട്ടിനേക്കാൾ ലെഫ്റ്റ് സബ്ബറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗിനിങ് പൊസിഷനും അതിൻ്റെ അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ട് ബിഗിനിങ് പൊസിഷൻ, അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സബ്ബറേ. ഒരു പിവട്ടിൻ്റെ ലെഫ്റ്റ് സബ്ബറേ എന്ന് പറയുമ്പോൾ പിവട്ടിൻ്റെ ഇൻഡെക്സ് -1 അതിൻ്റെ അപ്പർ ബൗണ്ട്. ദെൻ അതിൻ്റെ റൈറ്റ് സബ്ബറേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലോവർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ പിവട്ടിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ഇൻഡെക്സ് പൊസിഷൻ, പിവട്ടിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ +1 ദെൻ അതിൻ്റെ അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അറേയുടെ റൈറ്റ് മോസ്റ്റ് പൊസിഷനിലിരിക്കുന്ന ഇൻഡെക്സ് പൊസിഷനായിരിക്കും. അങ്ങനെ ഈ ഓരോ അറേയെയും വീണ്ടും സബ്ബറയായിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. ഈ ഡിവൈഡ് ചെയ്ത് പോകുന്നതിനിടയിൽ റീഅറേഞ്ച്മെൻറ്റ് നടക്കും. അപ്പോൾ ഈ മെത്തേഡാണ് നമ്മുടെ ക്വിക്ക് സോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും കണ്ടുപിടിച്ച് വയ്ക്കുന്നു. എന്നിട്ട് ഈ പ്രോസസ്സ് ലോവർ ബൗണ്ട് ലെസ് ദാൻ അപ്പർ ബൗണ്ട് വരെയാണ് ഇത് ചെയ്യുന്നത്. ദെൻ സ്റ്റെപ്പ് 2 ആൻ എലമെൻറ്റ് ഈസ് സെലക്റ്റഡ് ഫ്രം ദ അറേ നോൺ ആസ് ദ പിവട്ട്. അപ്പം ഈ അറേയിൽ നിന്ന് ഒരു പിവട്ട് എലമെൻറ്റിനെ നമ്മൾ സെർച്ച് ചെയ്തെടുക്കും. ആ എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നോർമലി ഫസ്റ്റ് എലമെൻറ്റിനായിരിക്കും പിവട്ടായിട്ട് എടുക്കുന്നത്. നമുക്കിതിനകത്തുള്ള ഏത് എലമെൻറ്റിനും പിവട്ടായിട്ട് എടുക്കാം. ഇപ്പം ഞാനിതിനകത്ത് പറയുന്നത് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ആ റൈലിരിക്കുന്ന ഫസ്റ്റ് എലമെൻറ്റ്, അത് ഏത് എലമെൻ്റ് ആയാലും ചിലപ്പോൾ അത് ആയിരിക്കും ഏറ്റവും വലിയ എലമെൻറ്റ്, ചിലപ്പോൾ അതായിരിക്കും ഏറ്റവും ചെറിയ എലമെൻറ്റ്. അപ്പോൾ ഏത് എലമെൻ്റ് ആയാലും ആ എലമെൻറ്റിന് പിവട്ട് എലമെൻ്റായിട്ട് എടുക്കുന്നു. ദെൻ സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ the array is rearranged in such a way that all elements smaller than the pivot element are placed to the left of the pivot element and all elements greater than or equal to the pivot are placed to the right. അപ്പോൾ ഈ അറേയിൽ ഒരു എലമെൻറ്റിന് പിവട്ടായിട്ട് എടുക്കുന്നു. ദെൻ ആ പിവട്ട് എലമെൻറ്റിനേക്കാൾ ചെറിയ എലമെൻറ്റുകളെ എല്ലാം ലോവർ ബൗണ്ടിൽ നിന്ന് അപ്പർ ബൗണ്ടിലേക്ക് സ്കാൻ ചെയ്ത് പോകുമ്പോൾ ആ പിവട്ട് എലമെൻറ്റുകളെല്ലാം ഈ പിവട്ട് വരുന്ന എലമെൻറ്റുകൾ അതിനേക്കാൾ പിവട്ടിനേക്കാൾ ലെസ്സായിട്ടുള്ള എലമെൻറ്റുകളെല്ലാം ലെഫ്റ്റ് പോർഷനിലേക്കും പിവട്ടിനേക്കാൾ വലുതായിട്ടുള്ള എലമെൻറ്റെല്ലാം റൈറ്റ് പോർഷനിലേക്ക് മാറ്റുന്നു. ഫോർ ദിസ് ഡൂ ദ ഫോളോയിങ്. ഇതെങ്ങനെയാണ് ഈ ചേഞ്ച് വരുത്തുന്നതെന്ന് പറഞ്ഞാൽ താഴെ പറയുന്ന രീതിയിലാണ്. ഒന്ന്, സെറ്റ് ദ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ഓഫ് ദ അറേ ടു ലോവർ ബൗണ്ട്. അപ്പം ഈ തന്നിരിക്കുന്ന അറേയുടെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സിന് ലോവർ ബൗണ്ടും ആയിട്ടും ലാസ്റ്റ് ഇൻഡെക്സിന് അപ്പർ ബൗണ്ടുമായിട്ട് സെറ്റ് ചെയ്യുന്നു. ഡു വൈൽ ലോവർ ബൗണ്ട് ലെസ് ദാൻ ദ അപ്പർ ബൗണ്ട്. അപ്പോൾ ഇതൊരു ലൂപ്പ് ആണ് നടക്കുന്നത്. ലോവർ ബൗണ്ട് ലെസ് ദാൻ അപ്പർ ബൗണ്ട് ആവുന്നത് വരെ താഴെ പറയുന്ന സ്റ്റെപ്സ് ചെയ്യുക. ഇൻക്രിമെൻ്റ് ലോവർ ബൗണ്ട് അണ്ടിൽ ദ എലമെൻറ്റ് അറ്റ് ദ ലോവർ ബൗണ്ട് ഈസ് ലെസ് ദാൻ പിവട്ട്. അപ്പോൾ ഈ അരയിൽ ഇങ്ങനെ എലമെൻറ്റുകൾ ഇരിപ്പുണ്ട്. അതിനകത്ത് ഫസ്റ്റ് എലമെൻറ്റ്, സീറോത്ത് ഇൻഡെക്സിലിരിക്കുന്ന എലമെൻറ്റിനെ നമ്മൾ പിവട്ട് എലമെൻ്റായിട്ട് എടുത്തു. ദെൻ അവിടെ മുതൽ റൈറ്റിലോട്ടുള്ള എലമെൻറ്റുകളെ ഓരോന്നായിട്ടും ചെക്ക് ചെയ്യും. പിവട്ട് എലമെൻറ്റിനേക്കാൾ ചെറുതാണോ ഈക്വലാണോ അല്ലെ ചെറുതാണോ എന്ന് ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ ഈക്വലാണ്, ചെറുതാണോ ഈക്വലാണോ എന്ന് ചെക്ക് ചെയ്യും. ആ ചെക്കിങ് നടക്കുന്നത് ഈ ഓരോ ലോവർ ബൗണ്ട് അപ്പർ ബൗണ്ട് എത്തുന്നത് വരെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിനപ്പുറത്തോട്ട് ചെയ്യരുത്, കാരണം അത് നമ്മൾ അറിയിലുള്ള എലമെൻ്റ് ആയിരിക്കില്ല. അപ്പോൾ ഇതിനകത്ത് ലോവർ ബൗണ്ട് പിവട്ട് എലമെൻറ്റിനേക്കാൾ ലെസ് ദാനായിട്ടുള്ള എലമെൻറ്റുകൾ വരുന്നത് വരെ ആ ലോവർ ബൗണ്ടിനെ ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഇത് റാൻഡമായിട്ട് കിടക്കുന്ന നമ്പറാണ്. അപ്പോൾ ഇതിനിടയിൽ പിവട്ടിനേക്കാൾ വലിയൊരു നമ്പർ വരുമായിരിക്കും. ആ വരുമ്പോൾ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ആ ഈ ലോവർ ബൗണ്ട് ഇൻക്രിമെൻ്റ് ചെയ്ത് പോകുന്നു, അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ റൈറ്റ് സൈഡ് നോക്കുന്നു. അത് റൈറ്റ് സൈഡിൽ നിന്ന് ഏറ്റവും റൈറ്റ് മോസ്റ്റ് പൊസിഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. ആദ്യം ചെയ്യുന്നത് ലെഫ്റ്റ് മോസ്റ്റ് പൊസിഷനിൽ നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ റൈറ്റ് പാർട്ട് നോക്കുന്നത് റൈറ്റ് മോസ്റ്റ് പൊസിഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് മോസ്റ്റ് പൊസിഷനിലാണ് അപ്പർ ബൗണ്ട് ഇരിക്കുന്നത്. ഡിക്രിമെൻ്റ് അപ്പർ ബൗണ്ട് അണ്ടിൽ ദ എലമെൻറ്റ് അറ്റ് ദ അപ്പർ ബൗണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ പിവട്ട് ആൻഡ് അപ്പർ ബൗണ്ട് ഗ്രേറ്റർ ദാൻ ലോവർ ബൗണ്ട്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും ആകുന്നത് വരെ അപ്പർ ബൗണ്ടിനെ ഡിക്രിമെൻ്റ് ചെയ്യുക. അപ്പർ ബൗണ്ട് ഡിക്രിമെൻ്റ് ചെയ്യുന്ന നമ്മൾ അപ്പർ എലമെൻറ്റ് അറ്റ് ദ അപ്പർ ബൗണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ, അതായത് അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ഏറ്റവും റൈറ്റ് മോസ്റ്റ് ഇരിക്കുന്ന എലമെൻറ്റ് പിവട്ട് എലമെൻറ്റിനേക്കാൾ വലുതാനാണെങ്കിൽ ആ അപ്പർ ബൗണ്ടിനെ ഡിക്രിമെൻ്റ് ചെയ്യും. ഡിക്രിമെൻ്റ് വലുതാകുന്ന എലമെൻ്റ് ഇരിക്കുന്നതോറും ഡിക്രിമെൻ്റ് ചെയ്യും. എപ്പോഴെങ്കിലും അതിനേക്കാൾ പിവറ്റിനേക്കാൾ ചെറുതായ ഒരു എലമെൻ്റാണ് വരുന്നതെങ്കിൽ അതവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇൻക്രിമെൻ്റ് ലോവർ ബൗണ്ട് ഇൻക്രിമെൻ്റ് ചെയ്ത് പോകുന്നത് പിവട്ട് എലമെൻറ്റിനേക്കാൾ ഹയസ്റ്റ് എലമെൻറ്റ് എപ്പോഴെങ്കിലും വരുന്നെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും. മറ്റേ അപ്പർ ബൗണ്ട് ഡിക്രിമെൻ്റ് ചെയ്ത് വരുന്നത് പിവട്ടിൻ്റെ എലമെൻറ്റിനേക്കാൾ ചെറിയൊരു എലമെൻറ്റ് ഇതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഈ രണ്ട് സ്റ്റോപ്പ്, അപ്പോൾ രണ്ട് ഇൻഡെക്സ് പോയിൻറ്റേഴ്സ് മൂവ് ചെയ്ത് രണ്ട് പൊസിഷനിലെത്തി നിൽക്കുക. ഇനി പറയുന്നത് സ്വാപ്പ് ദ എലമെൻറ്റ് അറ്റ് ദ അപ്പർ ആൻഡ് ലോവർ ബൗണ്ട്സ്. ഈ അപ്പർ ബൗണ്ടിലെയും ലോവർ ബൗണ്ടിലെയും രണ്ട് എലമെൻറ്റുകളെ, അതായത് എലമെൻറ്റുകൾ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്, അതിൻ്റെ ഇൻഡെക്സ് പോയിൻ്ററുകളാണ് ഇങ്ങനെ മൂവ് ചെയ്ത് രണ്ട് പൊസിഷനിലെത്തി നിൽക്കുന്നത്.
അത് ലെഫ്റ്റിലെ പോയിൻ്റർ മൂവ് ചെയ്ത് നിൽക്കുന്നത്, ലെഫ്റ്റ് അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ട് മൂവ് ചെയ്ത് നിൽക്കുന്നത് പിവറ്റ് എലമെൻറ്റിനേക്കാൾ വലിയൊരു എലമെൻറ്റ് അതിനകത്ത് ഉള്ള പോയിൻറ്റിലാണ് അത് നിൽക്കുന്നത്. അതുപോലെ അപ്പർ ബൗണ്ട് വന്ന് നിൽക്കുന്നത് പിവറ്റ് എലമെൻറ്റിനേക്കാൾ ലോവറായിട്ടുള്ള എലമെൻറ്റ് എത്തുമ്പോഴാണ് ആ പൊസിഷനിലാണ് നിൽക്കുന്നത്. എന്നിട്ട് ചെക്ക് ചെയ്യുന്നു സ്വാപ്പ് ദ എലമെൻറ്റ്സ് അറ്റ് ദ അപ്പർ ആൻഡ് ലോവർ ബൗണ്ട്. ഇപ്പോൾ ഈ ബൗണ്ടുകളിൽ നിൽക്കുന്ന എലമെൻറ്റുകളുണ്ടായി, ഈ രണ്ട് എലമെൻറ്റുകളെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുക. അതിനൊരു കണ്ടീഷനുണ്ട്, ഇഫ് ദ ലോവർ ബൗണ്ട് ഈസ് ലെസ് ദാൻ അപ്പർ ബൗണ്ട്. ഇഫ് ലോവർ ബൗണ്ട് അപ്പർ ബൗണ്ടിനൊക്കെ ചെറുതാണെങ്കിൽ ഈ രണ്ട് ഇൻഡെക്സ് പൊസിഷനിൽ ഇരിക്കുന്ന എലമെൻറ്റുകളെ തമ്മിൽ അങ്ങോട്ട് സ്വാപ്പ് ചെയ്യുക. മനസ്സിലായില്ലേ? ദെൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. ഡു വൈൽ ലോവർ ബൗണ്ട് ലെസ് ദാൻ ഓർ അപ്പർ ബൗണ്ട്. ഇതേ പ്രോസസ്സിൽ വീണ്ടും. അപ്പോൾ ഇത് സ്വാപ്പ് ചെയ്ത് കഴിയുമ്പം ചെറിയ നമ്പർ ആദ്യം വരും, വലിയ നമ്പർ റൈറ്റിലും പോകും. അപ്പോൾ അതാണ് സ്വാപ്പിങ് നടക്കുന്നത്. അപ്പോൾ വീണ്ടും അവിടെ നിന്ന് വീണ്ടും ലോവർ ബൗണ്ട് പിവറ്റ് എലമെൻറ്റിനേക്കാൾ ചെറുതാണോ ഇരിക്കുന്നത്, അത് നോർമലി ചെറുതായിരിക്കും ആണെങ്കിൽ വീണ്ടും അത് ഇൻക്രിമെൻറ്റ് ചെയ്യുക. വീണ്ടും എപ്പോഴെങ്കിലും ഹയർ എലമെൻറ്റ് വരുന്നെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ സ്വാപ്പ് ചെയ്ത പൊസിഷനിൽ നിന്നാണ് വീണ്ടും ചെക്ക് ചെയ്യുന്നത്. ആ ഇരിക്കുന്ന എലമെൻറ്റ് പിവറ്റ് എലമെൻറ്റിനേക്കാൾ വലുതാണോ എന്ന് നോക്കും. വലുതാണെങ്കിൽ വീണ്ടും അത് ഡിക്രിമെൻറ്റ് ചെയ്ത് വീണ്ടും വരുന്നു. ഈ ഡിക്രിമെൻറ്റ് ചെയ്ത് വരുന്നത് എവിടെയെങ്കിലും വെച്ച് ഇത് ക്രോസ് ചെയ്യാം. അപ്പോൾ ഡിക്രിമെൻറ്റ് ചെയ്യുന്നിടത്ത് വീണ്ടും ഇത് സ്വാപ്പിംഗ് നടക്കും. അത് ലോവർ ബൗണ്ട് ലെസ് ദാൻ അപ്പർ ബൗണ്ട് ആണെങ്കിൽ സ്വാപ്പിംഗ് നടക്കും. ഇതില്ലെങ്കിൽ ഇത് മനസ്സിലായില്ലേ? അപ്പോൾ ഈ പിവറ്റ് എലമെൻറ്റ് ഇത് ലെസ് ദാൻ ഇതാണെങ്കിൽ സ്വാപ്പിംഗ് നടക്കും. അതല്ല, എപ്പോഴെങ്കിലും ലോവർ ബൗണ്ട് അപ്പർ ബൗണ്ടിനേക്കാൾ ഹയറിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് ലോവർ ബൗണ്ട് ഗ്രേറ്റർ ദാൻ അപ്പർ ബൗണ്ട് ആണെങ്കിൽ സ്വാപ്പിംഗ് നടക്കത്തില്ല. പകരം നടക്കുന്നത് സ്വാപ്പ് ദ പിവറ്റ് എലമെൻറ്റ് ആൻഡ് എലമെൻറ്റ് അറ്റ് ദ അപ്പർ ബൗണ്ട്. പിവറ്റ് എലമെൻറ്റും എലമെൻറ്റ് അറ്റ് ദ അപ്പർ ബൗണ്ടും തമ്മിൽ സ്വാപ്പ് ചെയ്യും. ദ പിവറ്റ് ഈസ് നൗ ഇൻ ഇറ്റ്സ് കറക്റ്റ് സോർട്ടഡ് പൊസിഷൻ. അപ്പോൾ പിവറ്റ് എലമെൻറ്റ് ഒരു പൊസിഷനിൽ എത്തിയിരിക്കും. ആ എലമെൻറ്റ് അവിടെ നിർത്തിക്കൊണ്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സബ്ബറേയും റൈറ്റ് സൈഡ് റൈറ്റ് സബ്ബറയാക്കി മാറ്റുന്നു. വീണ്ടും ഈ ലെഫ്റ്റ് സബ്ബറെ ഇതേ പ്രോസസ്സിലൂടെ വീണ്ടും ഷിഫ്റ്റിംഗ് ആൻഡ് ഡിവൈഡ് ആൻഡ് റീഅറേഞ്ച്മെൻറ്റ് മെത്തേഡിലൂടെ വീണ്ടും ചെയ്യുന്നു. വീണ്ടും അതിനൊരു പിവറ്റ് കിട്ടും, അത് മിഡിൽ വയ്ക്കുന്നു, അതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് പോകുന്നു. അപ്പോൾ റിക്കേഴ്സീവ്ലി ഡു ദ സ്റ്റെപ്പ് 1 to 3 ഫോർ ലെഫ്റ്റ് സബ്ബറെ ആൻഡ് റൈറ്റ് സബ്ബറെ. അപ്പോൾ ഈ ലെഫ്റ്റ് സബ്ബറേയും റൈറ്റ് സബ്ബറേയും റിക്കേഴ്സീവ്ലി മൂവ് ചെയ്യും. ദ റിക്കേർഷൻ സ്റ്റോപ്സ് വെൻ ദ സബ്ബറെ കണ്ടെയ്ൻസ് ഓൺലി 1 element. അപ്പോൾ ഈ സബ്ബറയിൽ ഓൺലി 1 element ആകുന്നതുവരെ ഈ റിക്കേർഷൻ സ്റ്റോപ്പ് ചെയ്തു, റിക്കേർഷൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഈ 1 element ആണെങ്കിൽ ദ ഓൺലി 1 element ആസ് എ സിംഗിൾ എലമെൻറ്റ് അറേ ഈസ് ഇൻഹറൻ്റ്ലി സോർട്ടഡ്. അപ്പോൾ ഇതാണ് ഈ ഡിവൈഡ് ആൻഡ് കോൺക്വയർ മെത്തേഡിലൂടെ ക്വിക്ക് സോർട്ട് വഴി നമ്മൾ അറേ സോർട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. ഈ എക്സാമ്പിളിനകത്ത് 5 3 4 2 7 9 1 6 8 ഇങ്ങനെ ഇത്രയും എലമെൻറ്റ്സ് ഉണ്ട്. ഇത് 0 1 2 3 4 5 6 7 8 ടോട്ടൽ 9 എലമെൻ്റ് ഉണ്ട്. 0 മുതൽ 8 വരെയുള്ള ലൊക്കേഷനുകളിലായിട്ട് ഇത്രയും എലമെൻ്റ് ഉണ്ട്. ഇനി ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിലെ ഈ 5നെ പിവറ്റ് എലമെൻ്റായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ലോവർ ബൗണ്ട് ഇവിടെ പ്ലേസ് ചെയ്ത്, അതായത് 0th ഇൻഡെക്സിനും അപ്പർ ബൗണ്ട് മാക്സിമം ഇൻഡെക്സിലും പ്ലേസ് ചെയ്യും. അപ്പോൾ അപ്പർ ബൗണ്ട് ഇവിടെ ഇരിക്കും, ലോവർ ബൗണ്ട് ഇവിടെ ഇരിക്കും. ദെൻ ചെക്ക് ചെയ്യുന്നത് ഈ പിവറ്റ് എലമെൻറ്റ് ഈ ലോവർ ബൗണ്ടിലിരിക്കുന്ന എലമെൻറ്റിനേക്കാൾ ചെറുതോ ഈക്വലാണെന്നോ ആണെങ്കിൽ ലോവർ ബൗണ്ട് ഇൻക്രിമെൻ്റ് ചെയ്യും. അപ്പോൾ ഇത് ചെറുതാണ്, ഈക്വൽ ആയതുകൊണ്ട് ലോവർ ബൗണ്ട് ഇവിടെ വരും. വീണ്ടും അത് ചെറുതാണ്, വീണ്ടും ഇവിടെ വരും. വീണ്ടും അത് 4ഉം ചെറുതാണ്, അത് നേരെ 2ലെത്തും. 2ഉം ചെറുതാണ്, നേരെ അത് 7ലെത്തും. 7 എന്ന് പറഞ്ഞാൽ 5നേക്കാൾ ചെറുതല്ല, വലുതാണ്. അപ്പോൾ ലോവർ ബൗണ്ട് ഈ 7ൻ്റെ സ്ഥാനത്ത് നിൽക്കും. സിമിലർലി അപ്പർ ബൗണ്ട് ഇതുപോലെ മൂവ്. അപ്പർ ബൗണ്ട്
ലിരിക്കുന്ന എലമെൻറ്റ് പിവട്ട് എലമെൻറ്റിനേക്കാൾ വലുതാണെന്ന് നോക്കും. വലുതാണെങ്കിൽ അപ്പർ ബൗണ്ട് ഡിക്രിമെൻ്റ് ചെയ്യും, അത് നേരെ 6 വരും. വീണ്ടും അപ്പർ ബൗണ്ട് പിവട്ട് എലമെൻറ്റിനേക്കാൾ വലുതാണെന്ന് നോക്കും, വീണ്ടും ഡിക്രിമെൻ്റ് ചെയ്യും. വീണ്ടും ഈ അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ടിനേക്കാൾ പിവട്ട് എലമെൻറ്റിനേക്കാൾ വലുതാണെന്ന് നോക്കും, അല്ലാത്തതുകൊണ്ട് അപ്പർ ബൗണ്ട് 1ൻ്റെ സ്ഥാനത്തും ലോവർ ബൗണ്ട് 7ൻ്റെ സ്ഥാനത്തും നിൽക്കുന്നു. ഇനി ചെയ്യുന്നത് ലോവർ ബൗണ്ട് ലെസ് ദാൻ അപ്പർ ബൗണ്ട് ആണോ എന്ന് നോക്കും. ആണെങ്കിൽ ഈ 1ഉം 7ഉം തമ്മിൽ സ്വാപ്പ് ചെയ്യും. അപ്പോൾ 1 ഇവിടെ വരും, 7 ഇവിടെ വരും. ലോവർ ബൗണ്ടിലൂടെ തന്നെയാണ് നിൽക്കുന്നത്, അപ്പർ ബൗണ്ട് കൂടി നിൽക്കുക. വീണ്ടും ഈ 1 പിവട്ട് എലമെൻറ്റിനേക്കാൾ ചെറുതാണോ എന്ന് നോക്കും. ചെറുതാണ് ആണെങ്കിൽ ഇത് ഇൻക്രിമെൻ്റ് ചെയ്ത് ലോവർ ബൗണ്ട് 9ലെത്ത്. 9 ചെറുതല്ല, അപ്പം വീണ്ടും അവിടെ നിൽക്കും. ദെൻ ഇവിടെ നിൽക്കുന്നത് 7 ആയി. ഈ 7 5നേക്കാൾ ഗ്രേറ്റർ ദാൻ ആണോ നോക്കും. ആണെങ്കിൽ അത് നേരെ ഡിക്രിമെൻ്റ് ചെയ്ത് 9ലെത്ത്. 9 ആൾസോ ഗ്രേറ്റർ ദാൻ 5 ആണ്, വീണ്ടും ഡിക്രിമെൻ്റ് ചെയ്യും. ഇവിടെ വരുമ്പോൾ ഇത് 1 ആണ്. ഈ 7 ഇത് സ്വാപ്പ് ചെയ്ത് ഇത് 1 ആണ്. മനസ്സിലായി? അപ്പോൾ ലോവർ ബൗണ്ട് 9ലും അപ്പർ ബൗണ്ട് ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിൽ ക്രോസ് ചെയ്ത് പോയി. കാരണം ലോവർ ബൗണ്ട് അപ്പർ ബൗണ്ടിനേക്കാൾ വലുതാണെങ്കിൽ പിന്നെ നടക്കുന്നത് ഈ എലമെൻറ്റുകളെല്ലാം സ്വാപ്പ് ചെയ്യേണ്ടത് നമ്മൾ ജെ ഇരിക്കുന്ന 1ലാണ്. ഈ 1ലിരിക്കുന്ന ഈ ജേത്ത് പൊസിഷനിരിക്കുന്ന എലമെൻറ്റ് ഈ പിവട്ട് എലമെൻ്റ് ഇരിക്കുന്ന ഈ പിവട്ടും തമ്മിലാണ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്. അപ്പം നേരെ 5 ഇവിടെ വരും, ഇവിടെ ഇരിക്കുന്ന 1 ഇവിടെയും വരും. അപ്പോൾ എന്നിട്ട് ഈ 5 എന്ന് പറയുന്നത് പിവട്ടായി മിഡിൽ എലമെൻ്റായിട്ട് പ്ലേസ് ചെയ്യും. ഇതുപോലെ ഇരിക്കും. അപ്പോൾ 1 3 4 2 ദെൻ 5 ദെൻ 9 7 6 8. അപ്പോൾ ഇവർ പാസ് കഴിയുമ്പോൾ ഇങ്ങനെയായി മാറും. മനസ്സിലായി? അപ്പോൾ ഈ 5ന് ലെഫ്റ്റ് സൈഡ് മൊത്തം ലെഫ്റ്റ് സബ്ബരയെന്നും 5ന് റൈറ്റിൽ മൊത്തം റൈറ്റ് സബ്ബരയായി മാറും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാസിൽ നടക്കുന്നത്. സിമിലർലി ഇതിൻ്റെ ലെഫ്റ്റ് സബ്ബറെ ഇതേപോലെ വീണ്ടും റീഅറേഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടെ പിവട്ട് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ 1 ആയി മാറും. ദെൻ അതിൻ്റെ ലോവർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ പിവട്ട് എലമെൻറ്റിൻ്റെ തൊട്ട് മുന്നിരിക്കുന്നത് 0 1 2 3 ആണ് അപ്പർ ബൗണ്ട്. മനസ്സിലായി? അപ്പോൾ പിവട്ട് എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ -1ലാണ് അപ്പർ ബൗണ്ട് ഇരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെയുള്ള എലമെൻറ്റ് ഒറ്റയാറായിട്ട് കൺസിഡർ ചെയ്യുന്നു, അതിനെ സോർട്ട് ചെയ്യുന്നു. ബൈ റിക്കേഴ്സീവ്ലി ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പം പിവട്ട് എലമെൻറ്റ് 1, ദെൻ അടുത്ത് ചെക്ക് ചെയ്യുന്നത് ലോവർ ബൗണ്ട് ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്, അപ്പർ ബൗണ്ട് ഇവിടെ ഇരിക്കുന്നത്. ഈ 1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പിവട്ട് എലമെൻറ്റ് ആണ്, ഈക്വൽ ആയതുകൊണ്ട് ഇൻക്രിമെൻ്റ് ചെയ്യുന്നു ഇവിടെ വരുന്നു. ദെൻ 3 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ അല്ല, അപ്പം ലോവർ ബൗണ്ട് അവിടെ നിൽക്കുന്നു. മനസ്സിലായില്ലേ? ദെൻ അപ്പർ ബൗണ്ട് എടുക്കുക. അപ്പർ ബൗണ്ട് 2 ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് നോക്കുക. ആണെങ്കിൽ നേരെ ഇൻക്രിമെൻ്റ് ചെയ്യും. 4 ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്, ഇൻക്രിമെൻ്റ് ചെയ്യും. 3 ഈസ് ആൾസോ ഗ്രേറ്റർ ദാൻ 1, ദെൻ ഇത് ഡിക്രിമെൻ്റ് ചെയ്യും, ഇവിടെ വരും. അപ്പോൾ ഈ കണ്ടീഷനിൽ വരുമ്പോൾ ഇത് തെറ്റാണ്. 1 ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 1. സോ ജെ ഇവിടെ അപ്പർ ബൗണ്ട് ഇവിടെ നിൽക്കും, ലോവർ ബൗണ്ട് ഇവിടെയാണ്. അപ്പം ഇത് തമ്മിൽ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ പിവട്ട് എലമെൻറ്റും അപ്പർ ബൗണ്ട് നിൽക്കുന്ന എലമെൻറ്റും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യും. ഇവിടെ നോക്കുമ്പോൾ 2 ഒരേ നിന്നത്. അപ്പോൾ ഇത് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്ത് അത് സെയിം തന്നെയാണ് ഇരിക്കുന്നത്. ദെൻ ഇത് പിവട്ടായി മാറും. ദെൻ ഇതിൻ്റെ റൈറ്റ് സൈഡും ഇല്ല, അടുത്ത സബ്ബറയായി മാറും. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊന്നുമില്ല, റൈറ്റ് സൈഡ് സബ്ബറയായി മാറും. ഇത് പഴയതുപോലെ ഇരിക്കും. ഇപ്പോൾ 2 പിവട്ട് എലമെൻ്റ്. ഇപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇനി ചെയ്യാനില്ല, അതുകൊണ്ട് ഇതിൻ്റെ റൈറ്റ് സൈഡാണ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ ഈ 3 എന്ന് പറയുന്ന പിവട്ട് എലമെൻ്റ് ആക്കും. ദെൻ ലോവർ ബൗണ്ട് ഈ 3യുടെ ഇൻഡെക്സ് പൊസിഷന്, അപ്പർ ബൗണ്ട് 4ൻ്റെ ഇൻഡെക്സ് പൊസിഷനുമാണ്.
ഇത് 3 4 2 എന്നാണ്. ഇത് മിസ്റ്റേക്കൻലി ഇങ്ങനെ വന്നതാണ്. 3 4 2 5 9 എന്ന്. അപ്പോൾ ഇത് 2 ഇവിടെ 2 ആണ്. ഇതുപോലെയാണ് വരേണ്ടത് ഇവിടെ 3 4 2. അപ്പോൾ ഇവിടെ ലോവർ ബൗണ്ട് 1-ലും അപ്പർ ബൗണ്ട് ഈ 2-ലുമാണ് ഇരിക്കുന്നത്. ദെൻ പിവട്ട് എലമെൻറ്റ് ഈസ് 3. ദെൻ 3 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണെങ്കിൽ അത് ഇൻക്രിമെൻറ്റ് ചെയ്ത് 4-ൻ്റെ സ്ഥാനത്ത് വരും. ഇവിടെ 4 ആണ് വരേണ്ടത്. 4 ഇവിടെ 4-ൻ്റെ സ്ഥാനത്ത് വരും. ദെൻ 4 ഈസ് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ അല്ല, അപ്പം ലോവർ ബൗണ്ട് അവിടെ നിൽക്കും. ദെൻ അപ്പർ ബൗണ്ട് ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പർ ബൗണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ 3 ആണെന്ന് നോക്കും. അല്ല, അപ്പർ ബൗണ്ട് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ സിൻസ് ലോവർ ബൗണ്ട് ഈസ് ലെസ് ദാൻ അപ്പർ ബൗണ്ട്, ഇത് തമ്മിൽ സ്വാപ്പ് ചെയ്യും. അപ്പോൾ ലോവർ 2 ഇവിടെയും 4 ഇവിടെയാണ്, ഇതുപോലെയാവും. ദെൻ ലോവർ ബൗണ്ട് ചെക്ക് ചെയ്യും. ഈ 2 ഈസ് ലെസ് ദാൻ 3 ആണ്. ലോവർ ബൗണ്ട് ഇൻക്രിമെൻറ്റ് ഇവിടേക്ക് വരും, 4-ൽ വരും. ദെൻ 4 ഈസ് നോട്ട് ലെസ് ദാൻ 3, സോ ലോവർ ബൗണ്ട് അവിടെ നിൽക്കും. ദെൻ അപ്പർ ബൗണ്ട് 4 ആണ്. 4 ഈസ് ഗ്രേറ്റർ ദാൻ 3, അത് നേരെ ഇപ്പുറത്ത് വരും, 2-ൽ വരും. 2 ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 3, അതുകൊണ്ട് ലോവർ ബൗണ്ട് അപ്പർ ബൗണ്ട് ഇവിടെ നിൽക്കും. ഇത് രണ്ടും ക്രോസ് ചെയ്തത് പോയതുകൊണ്ട് പിന്നെ നോക്കുന്നത് പിവട്ട് എലമെൻറ്റും അപ്പർ ബൗണ്ടും ഇവിടെ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യും. അപ്പം 1 2 3 ഇതുപോലെ ആവും, 4 5. അപ്പം 3 എന്ന് പറഞ്ഞ പിവട്ട് എലമെൻറ്റായി മാറും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് പോർഷനിൽ ഒരു എലമെൻറ്റും റൈറ്റ് പോർഷനിൽ ഒരു എലമെൻറ്റേ ഉള്ളൂ. ദാറ്റ് മീൻസ് ദിസ് അറേ ഈസ് സോർട്ടഡ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് സോർട്ടഡായി മാറി. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 5-ൻ്റെ ലെഫ്റ്റ് സൈഡ് മൊത്തം 1 2 3 4 എന്നായി. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇതിൻ്റെ 5-ൻ്റെ ഫസ്റ്റ് പിവട്ട് എലമെൻറ്റിൻ്റെ ലെഫ്റ്റ് പോർഷൻ കഴിഞ്ഞു. സിമിലർലി റൈറ്റ് പോർഷൻ ചെയ്യും. റൈറ്റ് പോർഷൻ ചെയ്യുന്ന സമയത്ത് 9 ആണ് പിവട്ട് എലമെൻറ്റ്. അതിൻ്റെ ലോവർ ബൗണ്ട് ഈ പൊസിഷൻ 0 1 2 3 4 5-ലാണ് ഇരിക്കുന്നത് ലോവർ ബൗണ്ട്. അപ്പർ ബൗണ്ട് ഈ 8-ൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ ചെക്ക് ചെയ്യുന്നു പിവട്ട് 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പിവട്ട് ആണ് ആയതുകൊണ്ട് അത് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ലോവർ ബൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. 7 ഈസ് ആൾസോ ലെസ് ദാൻ 9, വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. 6 ഈസ് ആൾസോ ലെസ് ദാൻ 9, വീണ്ടും ഇൻക്രിമെൻറ്റ്. 8 ഈസ് ആൾസോ ലെസ് ദാൻ 9, വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ ഇത് ബൗണ്ട് കഴിഞ്ഞു, അപ്പർ ബൗണ്ട് കഴിഞ്ഞു പോയി. അപ്പം പിന്നെ ചെയ്യരുത്. അപ്പം ഇതിവിടെ വന്ന് നിൽക്കുക, ഇവിടെ വന്ന് നിൽക്കുക. ദെൻ ജെ 8 ഗ്രേറ്റർ ദാൻ 9 അല്ലാത്തതുകൊണ്ട് ജെ ഇവിടെ തന്നെ നിൽക്കും. അപ്പോൾ ഇവിടെ ഐയും ജെയും ക്രോസ് ചെയ്തു, ഐ ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് പോയി, ജെ ഇവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ട് ക്രോസ് ചെയ്ത് പോയതുകൊണ്ട് ഈ അപ്പർ ബൗണ്ടിലിരിക്കുന്ന എലമെൻറ്റ് പിവട്ടും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ 9 ഇവിടെ വരും, 8 ഇവിടെ വരും. അപ്പോൾ ഇതായി മാറും. അപ്പോൾ ഇതാണ് പിവട്ട്. ഇനി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലൊന്നുമില്ല, ലെഫ്റ്റ് സൈഡാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിനെ ഇതേ രീതിയിൽ വീണ്ടും സോർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ പിവട്ട് 8-ഉം ലോവർ ബൗണ്ട് ഈ പൊസിഷനിൽ തന്നെയാണ്, അപ്പർ ബൗണ്ട് ഇതിലുമാണ്. ദെൻ ഈ പൊസിഷനിലിരിക്കുന്ന എലമെൻറ്റിനെ പിവട്ടാക്കി എടുക്കുന്നു. ആ ഇരിക്കുന്ന ലോവർ ബൗണ്ടിലും പിവട്ടിലെ എലമെൻറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ആണെങ്കിൽ അത് വീണ്ടും ലോവർ ബൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും. 7 ഈസ് ആൾസോ ലെസ് ദാൻ 8 ഇൻക്രിമെൻറ്റ് ചെയ്യും. 6 ഈസ് ആൾസോ ലെസ് ദാൻ 8 അത് ക്രോസ് ചെയ്ത് കഴിയും. അല്ല അപ്പർ ബൗണ്ട് കഴിഞ്ഞു പോകും. അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ട് ഇവിടെ നിൽക്കും. ദെൻ അപ്പർ ബൗണ്ടിലെത്തുമ്പോൾ 6 ഗ്രേറ്റർ ദാൻ 8 അല്ലാത്തത് കൊണ്ട് ഈ ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും ക്രോസ് പോയതുകൊണ്ട് 6ഉം 8ഉം കൂടെ തമ്മിൽ സ്വാപ്പ് ചെയ്യും. ഇപ്പോൾ 6 ഇപ്പുറത്ത് വരും, 8 ഇവിടെ വരും. അപ്പോൾ ഇത് ഇങ്ങനെയായി മാറും. അപ്പോൾ ഇതൊരു പിവട്ട് എലമെൻറ്റ്. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡില്ല, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡേ ഉള്ളൂ. 6 7 6നെ പിവട്ടാക്കുന്നു. ഇത് ലോവർ ബൗണ്ടും ഇത് അപ്പർ ബൗണ്ടും വയ്ക്കുന്നു. ദെൻ 6 ഈസ് ലെസ് ദാൻ 6, ദെൻ ലോവർ ബൗണ്ട് ഈസ് ഇൻക്രീസിങ്. ദെൻ 7 ഈസ് നോട്ട് ലെസ് ദാൻ 6, സോ ലോവർ ബൗണ്ട് അവിടെ നിൽക്കും. അപ്പർ ബൗണ്ട് 7 ആണ്. 7 ഈസ് ഗ്രേറ്റർ ദാൻ 6, അപ്പർ ബൗണ്ട് ഡിക്രിമെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു. ഇനി ഇങ്ങോട്ടില്ല, തീർന്നു. അപ്പോൾ അപ്പർ ബൗണ്ട് ഇവിടെ നിൽക്കുന്നു, പിവട്ട് ഇവിടെ നിൽക്കും. അപ്പോൾ ഇത് തമ്മിൽ വീണ്ടും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ അത് തന്നെ ആയിരിക്കും. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു എലമെൻറ്റേ ഉള്ളൂ, ലെഫ്റ്റ് സൈഡിലില്ല. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു എലമെൻറ്റ് ഒരിക്കലും സോർട്ട് ചെയ്തത് നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 ഇതിപ്പോൾ സോർട്ടഡായി മാറി. അപ്പോൾ ദിസ് ഈസ് ദ അൽഗോരിതം ടു സോർട്ട് ആൻ അറേ യൂസിങ്
ക്വിക്ക് സോർട്ട് മെത്തേഡ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഇനി ഇതിൻ്റെ പ്രോഗ്രാം നമുക്ക് എഴുതാം. എക്സ്പെരിമെൻ്റ് 13D ആണ് ക്വിക്ക് സോർട്ട്. നമുക്ക് മെയിൻ എഴുതുകയാണ്. മെയിൻ ഞാൻ അറേ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഈക്വൽ ടു ഇവിടെ പറഞ്ഞിരിക്കുന്ന അതേ എലമെൻ്റ് തന്നെ ഇവിടെ എഴുതുകയാണ്. 5 3 4 2 7 9 1 6 8. then അതിൻ്റെ സൈസ് എടുക്കുന്നു. സൈസ് n എടുക്കുക. n ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് a ഡിവൈഡഡ് ബൈ സൈസ് ഓഫ് int. ഞാൻ അറേ അങ്ങ് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. പ്രിൻ്റ് a, n പാസ് ചെയ്യാൻ. അതിന് മുമ്പ് സോർട്ടഡ് അൺസോർട്ടഡ് അറേ പ്രിൻ്റ് ഇവിടെ ക്വിക്ക് സോർട്ട് വിളിക്കുന്നു. ഈ ക്വിക്ക് സോർട്ടിൽ അറേ പാസ് ചെയ്യും. അതിനകത്ത് 3 പാരാമീറ്ററാണ് കൊടുക്കുന്നത്. ഒന്ന് ലോവർ ബൗണ്ട് ഇനിഷ്യലി 0 ആണ്. അപ്പർ ബൗണ്ട് n-1 ഇത്രയാണ് പാസ് ചെയ്യേണ്ടത്. ദെൻ പ്രിൻ്റ് സോർട്ടഡ് അറേ print a, n. void sort int a, int lower bound, int upper bound UB. ഇവിടെ നമ്മളെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ലോവർ ബൗണ്ട് ലെസ് ദാൻ അപ്പർ ബൗണ്ട്, ലോവർ ബൗണ്ട് ലെസ് ദാൻ അപ്പർ ബൗണ്ട് ആണെങ്കിൽ മാത്രമേ നമ്മുടെ സോർട്ടിങ് ചെയ്യാൻ പാടുള്ളൂ. ആണെങ്കിൽ നമ്മളിവിടെ പിവട്ട് എലമെൻറ്റ് pivot is equal to a of 0 അല്ല ലോവർ ബൗണ്ടിനെ പിവട്ടായിട്ട് എടുക്കുന്നു. പിന്നെ 2 വേരിയബിൾ നമ്മൾ ലോവർ ബൗണ്ട് ഇൻക്രിമെൻറ്റ് അപ്പർ ബൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടി 2 വേരിയബിൾ എടുക്കുന്നു. ഇൻറ്റ് I is equal to ലോവർ ബൗണ്ട് ആൻഡ് ഇൻറ്റ് j is equal to അപ്പർ ബൗണ്ട്. ഓക്കെ. ഇനി വൈൽ ഗ്രൂപ്പിൽ പറയുന്നതാണ്
while lower bound less than upper bound, while lower bound less than upper bound. ലോവർ ബൗണ്ട് നമ്മൾ ഐയിലും അപ്പർ ബൗണ്ട് ജെയിലും ഇരിപ്പുണ്ട്. എന്നിട്ട് while അറേയുടെ ലോവർ ബൗണ്ടിലിരിക്കുന്ന എലമെൻറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പിവറ്റ് എലമെൻറ്റ് ആൻഡ് ഒരു കണ്ടീഷൻ കൊണ്ട് ഐ ലെസ് ദാൻ അപ്പർ ബൗണ്ടിൽ ആയിരിക്കണം ആണെങ്കിൽ ദെൻ ഇൻക്രിമെൻ്റ് ഐ ഇൻക്രിമെൻ്റ് ലോവർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ ഐ ആണ്, ഐ ഇൻക്രിമെൻ്റ് ചെയ്യുക. സിമിലർലി വൈൽ എ ഓഫ് ജെ, അത് നമ്മൾ റൈറ്റ് സൈഡിൽ ഉള്ളപ്പോൾ എലമെൻ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എ ഓഫ് ഐ ജെ ഗ്രേറ്റർ ദാൻ പിവറ്റ് ആൻഡ് ജെ ഗ്രേറ്റർ ദാൻ ലോവർ ബൗണ്ട് ആണെങ്കിൽ ജെ ഡിക്രിമെൻ്റ് ചെയ്യും. ഇത് കഴിയുമ്പോൾ, ഇതൊരു ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ വന്ന് നോക്കേണ്ട ഐയും ജെയും ക്രോസ് ചെയ്താണ് ഐ ലെസ് ദാൻ ജെ ആണോ എന്ന് നോക്കുക. ഐ ലെസ് ദാൻ ജെ ആണെങ്കിൽ നമ്മളിതിനെ സ്വാപ്പ് ചെയ്യണം. ഇൻറ്റ് ടി ഇസ് ഈക്വൽ ടു എ ഓഫ് ഐ ഇസ് ഈക്വൽ ടു എ ഓഫ് ജെ, then a of j is equal to t. ഇത്രയാണ് സ്വാപ്പിംഗ് ഉള്ളത്. ഈ പ്രോസസ്സ് നമ്മൾ ഐ ലെസ് ദാൻ ജെ ആവണ വരെ ചെയ്യുക. അതാണ് നമ്മുടെ ഈ ലൂപ്പിനകത്ത് പറയുന്നത് സ്വാപ്പ് ചെയ്യുന്നത്. Then I less than j അല്ലെങ്കിൽ swap the pivot element and the element at the upper bound ഇവിടെ സ്വാപ്പ് ചെയ്യുക. ഇതിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ t is equal to a of lower bound is equal to a of j is equal to t. അപ്പോൾ നമുക്കറിയാം ഇത് രണ്ട് അരയായിട്ട് ഇനി സ്പ്ലിറ്റ് ചെയ്യണം. പിവറ്റ് എലമെൻറ്റ് മിഡിൽ വന്നു, ഇനി ഇത് രണ്ട് തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്ത് ലെഫ്റ്റ് പോർഷൻ വീണ്ടും ചെയ്യുക, റൈറ്റ് പോർഷൻ വീണ്ടും ചെയ്യുക. അതിന് വീണ്ടും നമ്മൾ ക്വിക്ക് സോർട്ട് വിളിക്കുക, അരേ പാസ് ചെയ്യുക, ലോവർ ബൗണ്ടിന് എൽ ബി കൊടുക്കുക. അപ്പർ ബൗണ്ട് നമ്മൾ J-1 അപ്പർ ബൗണ്ട് വരുന്നത്. ദെൻ വീണ്ടും അതിൻ്റെ റൈറ്റ് സൈഡ് എടുക്കുക, ക്വിക്ക് സോർട്ട് എ, ദെൻ J+1 ആണ് ലോവർ ബൗണ്ട്, ദെൻ അപ്പർ ബൗണ്ട് എൽ ബി. ഇത്രയാണ് നമ്മൾ ക്വിക്ക് സോർട്ടിൻ്റെ അൽഗോരിതം പറയുന്നത്. നമുക്കൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. പ്രിൻ്റ് ഫംഗ്ഷൻ എഴുതിയിട്ടില്ല. void print int a int n for int I equal to 0, I less than n,
i plus plus printf percentage d backslash t comma a of I printf backslash n. Semicolon. ഓക്കെ, റൺ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, ഇത് ഫസ്റ്റ് അറേ, ദെൻ സെക്കൻഡ് അറേ ഈസ് സോർട്ടഡ്. സോ ദിസ് ഈസ് ദ ക്വിക്ക് സോർട്ട്. അത് പ്രോഗ്രാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. നിങ്ങളത് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത എക്സ്പെരിമെൻറ്റ് വരെ കാണാം. അതുവരെ ടിൽ ദെൻ ബൈ.